500 രൂപ വീടാണ് ഗൈസ്. വേറെ നല്ല 2500 സ്ക്വയർ ഫീറ്റ് കിടിലൻ വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. വീട് മാത്രമല്ല, രണ്ടാം സമ്മാനം എന്ന് വരുന്നത് പുതിയൊരു അടിപൊളി സ്വിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് ജാവയുടെ ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ്. അതെ, 4ാം സമ്മാനമായിട്ട് വരുന്ന 5 പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ്. അതുപോലെ 5ാം സമ്മാനമായിട്ട് വരുന്നത് 50 പേർക്കുള്ള സ്വർണ്ണ നാണയം. മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഇതിന് ഭാഗ്യശാലി. കാരണം അല്ല, നിങ്ങൾ ലൈവായിട്ടാണ് ഇത് നറുക്കെടുക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതും. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീട് ജസ്റ്റ് കാണാൻ നിങ്ങൾക്കൊരു കിടിലൻ ഓഫറാണ്. വീടിനുള്ളിലെ വിശാലമായിട്ടുള്ള ഹാൾ ഏരിയയിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഗൈസ്, കിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബെഡ്റൂം ഉണ്ട് കേട്ടോ. സൂപ്പർ ബെഡ്റൂം ആണ്. അതുപോലെ തന്നെ ബാൽക്കണിയിൽ നല്ല അടിപൊളി വിഷ്വൽസ് ആണ്. ഓക്കെ, അടിപൊളി കിച്ചണും ഉണ്ട്. അടിപൊളി കിച്ചൺ ഉണ്ട്. അപ്പൊ എന്തായാലും ഗൈസ്, നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. ബാക്കി എല്ലാം നമുക്ക് കാണാം. അപ്പൊ ഗൈസ്, ഒരു 500 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ. അപ്പൊ നമ്മൾ ഇതിന് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വിഷ്വൽസ് പറഞ്ഞ കാഴ്ചയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ബാക്കിയും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ ബാൽക്കണിയിലെ വ്യൂവിലേക്കാണ് നമ്മൾ വരുന്നത്. നല്ല അത്യാവശ്യം നല്ല വെട്ടവും വെളിച്ചവും വായു ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ്. അതുപോലെ റോഡ് സൈഡ് ആണ് അല്ലേ? അതെ, റോഡ് സൈഡിലാണ് ഈ സ്ഥലം കേട്ടോ. അടിപൊളിയാണ്, നല്ല വിഷ്വൽസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 15 കേട്ടോ. വീട് മാത്രമല്ല, നിങ്ങളെ തേടിയിരിക്കുന്നത് 5 ബമ്പർ ഗിഫ്റ്റ് പോലത്തെ 5 ബമ്പർ ഗിഫ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട, താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ടിക്കറ്റ് ബുക്ക് ചെയ്യുക. വാട്സപ്പ് നമ്പറിൽ ടിക്കറ്റ് എടുക്കുക. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ഇതില് നറുക്കെടുക്കുന്ന ആളും വിജയും നിങ്ങളായിരിക്കും. ഓക്കെ, നിങ്ങൾ പ്രേക്ഷകരായിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. എന്തായാലും താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണുന്ന ഇപ്പൊ തന്നെ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സിനും കിട്ടട്ടെ ഈ 5 ഒരു ഭാഗ്യശാലി. അപ്പൊ എന്തായാലും ഗൈസ്, ബൈ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഒരു വലിയ ലക്കി ഡ്രോയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും വീഡിയോ ആയിട്ട് എന്തുമാത്രം തട്ടിപ്പാണ് അതിലൂടെ നടത്തിയെന്നുള്ളൊരു കാര്യം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് പാണ്ടിക്കാട് കുഞ്ഞനൊക്കെ നടത്തിയ ഒരു ലക്കി ഡ്രോയാണ്. അതിൽ എന്തുമാത്രം പറ്റിപ്പ് നടന്നെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് രേണു സുധീതേ കണക്കൊരു ലക്കി ഡ്രോ ആയിട്ട് വന്നേക്കുവാണ്. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമേ കണ്ടേക്കുന്നത്. ഇതുപോലത്തുള്ള കാര്യങ്ങളെല്ലാം പറ്റിപ്പാണ് കൂടുതലും വരുന്നത്. ഇതൊക്കെ അവർക്ക് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒറ്റ കാര്യം മാത്രമല്ല ആണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ രേണു കുറേയധികം ഇഷ്യൂസിലും ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്. അത് ചിലപ്പം വീഡിയോസിലായിരിക്കാം, ഏത് രീതിയിലായിരിക്കാം. പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേനും ഒരു തട്ടിപ്പ് പോലത്തുള്ള സംഭവം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കേസാവും. ഒന്നാതെ ഈ ഒരു ഇഷ്യൂ നടക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. രേണുവിനൊക്കെ അറിയാതിരിക്കാൻ ഒരു വഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലത്തുള്ളൊരു ലക്കി ഡ്രോ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേനും അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ രേണു എന്തുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണോ? ബാക്കിയുള്ളവരെ കാര്യം, ഇതിൽ പൈസ ഇടുന്നവർക്ക് അവർക്ക് നഷ്ടപ്പെടാം, പൈസ നഷ്ടപ്പെടാം, ബാക്കിയുള്ളവരെ ചതിക്കുന്ന രീതിയിലാവാം. അങ്ങനെയുള്ള കുറേയധികം ചാൻസുകൾ നമ്മൾ ഇതുവരെ കണ്ടതാണ്. അപ്പോഴത്തേന് രേണുവൊക്കെ ഇങ്ങനത്തെ ചെയ്യുന്ന സമയത്ത് എന്താണ്, പൈസയ്ക്ക് വേണ്ടിയൊക്കെ എന്തും ചെയ്യാമോ എന്നുള്ള രീതിയിലായോ എന്നുള്ളൊരു കാര്യമാണ് നമുക്കൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെയൊക്കെ വീഡിയോസൊക്കെ ആരെങ്കിലും കണ്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇതൊക്കെ തട്ടിപ്പാണ്, ഇതിലൊന്നും ചെന്ന് ചാടാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്.